UDF മന്ത്രിസഭയിൽ ലീഗ് അംഗങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗങ്ങളാകാൻ വേണ്ടി കിട്ടിയ ആപ്ലിക്കേഷൻ എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? 5000 ആപ്ലിക്കേഷനുകൾ. അതായത് ലീഗിൽ നിന്ന് ആകെ ഉള്ളത് 5 മന്ത്രിമാർ. ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കാൻ വേണ്ടിയിട്ട് ലീഗിന്റെ പല മേഖലകൾ, അതായത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ മുതലുള്ള അവരുടെ കിട്ടിയ ആപ്ലിക്കേഷനുകളുടെ എണ്ണമാണ് ഈ പറയുന്നത് 5000 ആപ്ലിക്കേഷനുകൾ. ഈ 5000 ആപ്ലിക്കേഷനുകൾ സംസ്ഥാന കമ്മിറ്റി, ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അത് സ്ക്രൂട്ടിനി ചെയ്തിട്ട് 150 ആപ്ലിക്കേഷനുകളാക്കി ചുരുക്കി എന്നാണ് പറയുന്നത്. അതിൽ 30 ആപ്ലിക്കേഷൻ വീതം, അല്ലെങ്കിൽ 30 അംഗങ്ങളുടെ പേരുകൾ വീതം ഓരോ മന്ത്രിമാർക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല മന്ത്രിമാർക്കും ഇപ്പോൾ കിട്ടിയ ലിസ്റ്റിൽ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ നിർദ്ദേശിക്കപ്പെട്ട ആളുകളില്ല എന്ന ഒരു പരാതി ഇപ്പോൾ തന്നെ ലീഗിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഗിന് പ്രാതിനിധ്യമില്ലാത്ത, അതായത് ലീഗിന് മന്ത്രിമാരോ MLA മാരോ ഒന്നും ഇല്ലാത്ത പല ജില്ലകളിൽ നിന്നും ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് അംഗങ്ങളെ എടുക്കണം എന്നൊരു തീരുമാനം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല മന്ത്രിമാർക്കും അവരുടെ വളരെ അടുപ്പക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ അടുപ്പക്കാർ നിർദ്ദേശിച്ച അവർക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള പല ആളുകളുടെ പേരുകളും ഈ അവസാന ലിസ്റ്റിൽ, അതായത് 150 പേരുടെ ലിസ്റ്റിലേക്ക് എത്തിയപ്പോൾ പുറന്തള്ളപ്പെട്ടു എന്ന ഒരു പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ചർച്ച ഇപ്പോൾ ലീഗിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. 30 പേരുടെ പട്ടിക കൊടുത്തു. 30 പേരുടെ പട്ടിക കൊടുത്തതിൽ നിന്ന് ഓരോ മന്ത്രിമാർക്കും അത് 15 പേരായിട്ട് ചുരുക്കി കൊണ്ടുവരണം. അതായത് 15 പേരെ അതിനകത്ത് ഒഴിവാക്കണം, 15 പേരെ ഉൾപ്പെടുത്തണം. അപ്പം അത് അവർക്ക് വലിയ തലവേദനയാണ് എന്നാണ് ഇപ്പോൾ പല മന്ത്രിമാരും ഒതുക്കത്തിൽ പറയുന്നത്. കാരണം 15 പേരെ ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരാതി ഉണ്ടാകും. കാരണം 5000 പേരിൽ നിന്ന് 150 പേരിലേക്ക് എത്തിയപ്പോൾ തന്നെ ലീഗിനകത്ത് വലിയ തോതിലുള്ള പരാതി ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഈ 5000 പേര് എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും പല നേതൃത്വങ്ങൾ നിർദ്ദേശിച്ച് അപേക്ഷ കൊടുത്ത ആളുകളാണ് ഈ 5000 പേര്. ഈ 5000 പേരിൽ നിന്ന് 150 പേരിലേക്ക് എത്തിയപ്പോൾ എത്ര പേര് ഒഴിവായി പോയി? ഏകദേശം 4850 പേര് ഒഴിവായി. ഈ 4850 പേര് ഒഴിവായി പോയ ആളുകളിൽ പല ആളുകൾക്കും ലീഗിന്റെ പല സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നൽകണം എന്ന ആവശ്യവുമായിട്ട് പലരും വരാൻ തുടങ്ങി. അങ്ങനെ ഈ പറഞ്ഞ, ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊടുത്തിരിക്കുന്ന 30 പേര്, അതായത് ഓരോ മന്ത്രിമാർക്ക് 30 വെച്ചിട്ട് 5 പേർക്ക് 150 ആളുടെ ലിസ്റ്റാണ് ഇപ്പോൾ അവസാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 30-ൽ നിന്ന് 15 പേരെ ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ 15 പേർക്ക് സംഘടനാ ചുമതലയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും പോസ്റ്റുകളോ നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ പല ആളുകളുടെയും ആവശ്യമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം പല ആളുകളുടെയും അടുപ്പക്കാരെയാണ് ഈ പ്രധാനപ്പെട്ട പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ പേഴ്സണൽ സ്റ്റാഫിൽ കുറച്ച് കാലം പ്രവർത്തിച്ചാൽ തന്നെ, അല്ലെങ്കിൽ കുറച്ച് നാൾ വർക്ക് ചെയ്താൽ തന്നെ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അവർക്ക് പെൻഷൻ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം ആ തീരുമാനത്തിൽ മാറ്റി 4 വർഷം എങ്കിലും മിനിമം ജോലി ചെയ്യണം എന്ന രീതിയിലേക്ക് വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസിലുള്ള പല ആളുകളെയും പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുപോകാറുണ്ട്. കാലങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുപോകുമ്പോൾ സർവീസ് സംഘടന, അതായത് ലീഗിന്റെ സർവീസ് സംഘടനയുമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ആളുകളെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന ഒരു ലെറ്റർ സർവീസ് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ലീഗിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ്, കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പിലാണെങ്കിൽ 7 പേരെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഓൾറെഡി നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ 8 പേരെയാണ് പാർട്ടിക്ക് നിർദ്ദേശിക്കാൻ, അല്ലെങ്കിൽ പാർട്ടിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക. 8, 7, 15 പേര്. പിന്നെയുള്ള 15 പേര് പുറത്തു പോകേണ്ടി വരും. എന്തായാലും 5000 പേരുടെ പട്ടിക 150 ആയിട്ടുണ്ട്. 150, 30 വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 30 തന്നെ ഒരു 15 എത്തുമ്പോഴായിരിക്കും ഇനി ലീഗിനകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയുക. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. 5000 പേരുടെ പട്ടികയൊക്കെ ഒരു പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ, പണ്ട് നമ്മൾ കേൾക്കുന്നത് സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് ജംബോ പട്ടിക എന്ന് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ജംബോ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെയാണ് ലീഗിന്റെ കയ്യിലുള്ളത്. ലീഗ് ഒരു വിസ്മയമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം. കാലാകാലങ്ങളായിട്ട്